സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ സാക്ഷി. അവരുടെ യാത്ര ഉറപ്പാണല്ലോ. പിന്നെ റിസോർട്ടും അത് തന്നെയല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ? ഉറപ്പാ സാക്ഷി. അവര് നാളത്തെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അവിടെ കാര്യങ്ങളൊക്കെ സെറ്റാണല്ലോ. അവർക്ക് വേണ്ടി ഞാൻ ആ റിസോർട്ട് തന്നെ ലീസിനെടുത്തിരിക്കാം. എല്ലാം വിചാരിക്കുന്നത് പോലെ നമ്മുടെ പദ്ധതി പ്രകാരം നടക്കുകയാണെങ്കിൽ അർജുനും പൂജയും ഇനി നിനക്കൊരു ശല്യം ആകില്ല. നീ എത്രയും പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു. നീ എങ്ങനെയും അഖിലിന്റെ ഭാര്യയാകണം. അതിന് എന്ത് സഹായവും ഞാൻ ചെയ്തു തരും. അർജുനും പൂജ ഇവിടുന്ന് മാറിക്കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ വീട്ടിൽ അവതരിപ്പിക്കും. അവര് തിരികെ എത്തുന്നതിന് മുമ്പ് എല്ലാം കാര്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കും. നീ എന്താ പറഞ്ഞേ? അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്യണമെന്നോ? ഓ സോറി. അവരുടേത് അന്ത്യയാത്രയാണല്ലോ. പിന്നെ സാക്ഷി, എനിക്ക് അർജുനോട് ശത്രുതയൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിച്ച പുരുഷനല്ലേ. ഓ, അതുകൊണ്ട് ഒരു സോഫ്റ്റ് കോർണർ. എന്റെ പ്രധാന ശത്രു ആ പൂജയാണ്. പൂജ അവള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് മനസമാധാനമില്ല. നീ എത്രയും പെട്ടെന്ന് അഖിലിനെ സെറ്റ് ചെയ്യും. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോ നാളെ ഏർലി മോർണിംഗ് നമ്മൾ തിരിക്കുന്നു. പിന്നെ 3 ദിവസം റിസോർട്ടിൽ, അവിടെ ഫുൾ എൻജോയ്മെന്റ്. സൺഡേ നമ്മൾ തിരിച്ചു വരുന്നു. അജുവേട്ടാ, സത്യം പറയണം, അജുവേട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? തന്നോട് ദേഷ്യം? എന്തിനാ തന്നോട് ദേഷ്യം? അല്ല, ഞാൻ പകല് മുഴുവൻ ആലോചിക്കായിരുന്നു. ഞാൻ സാറിനോട് അല്ല അജുവേട്ടനോട് കാണിക്കുന്നത് ശരിയായ രീതി അല്ലാന്ന്. താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, താലികെട്ട് കഴിഞ്ഞിട്ടും നമ്മൾ രണ്ടിടത്ത് കിടക്കുന്നു, കട്ടിലിലും താഴെയുമായിട്ട്. അതിന് അമ്മ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് സന്തോഷായിട്ടാ റിസോർട്ട് ബുക്ക് ചെയ്ത് നമുക്ക് വേണ്ടി. അതെ, നമ്മൾ സന്തോഷിക്കാനാണല്ലോ പോകുന്നത്. എനിക്കറിയാം, സാറിന്റെ ആഗ്രഹങ്ങളും സാറിന്റെ സന്തോഷങ്ങളും ഒക്കെ എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സാർ മറച്ചു വെക്കുക. ഇടി വാങ്ങിക്കും. എന്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ അങ്ങനെ മറച്ചു വെച്ചിട്ടില്ല. എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, തന്നെ സ്വന്തമാക്കണമെന്ന്. ആഗ്രഹം നടന്നു. അതിന് വലിയ ഒരാഗ്രഹവും ഇല്ല. സാർ ഈ പറയുന്നതൊക്കെ സാറിന്റെ വലിയ മനസ്സാ. കല്യാണം കഴിഞ്ഞിട്ടും ഒന്ന് അടുത്തടുത്ത് കിടക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷെ സാർ അതൊന്നും ഒരു ഇഷ്യൂ ആക്കാതെ എന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് എന്നെ ചേർത്ത് പിടിച്ചു നിർത്തുന്നു. എടോ, ഭാര്യയും ഭർത്താവായാൽ അങ്ങനെയാ.
ഞാൻ തന്നെ ചേർത്ത് പിടിക്കും, താൻ എന്നെയും ചേർത്ത് പിടിക്കും. സപ്പോർട്ടും സഹകരണമൊക്കെയാടോ പ്രാധാന്യം. ദേ, താൻ ആവശ്യമില്ലാതെ സെന്റിമെന്റൽ ആവില്ലേ? നാളെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇറങ്ങേണ്ടതാ. ഞാൻ പറഞ്ഞില്ലേ സർ, ഞാൻ പകല് മുഴുവൻ ആലോചിച്ചു, പല കാര്യങ്ങളും ആലോചിച്ചു. എന്നിട്ടേ ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? അല്ല, സാറിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാന്ന് വിചാരിച്ചു. താൻ കാര്യം പറയടോ. ഞാൻ ആലോചിച്ചു, അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അകന്ന് കിടക്കാമെന്ന് ശപഥം ചെയ്തു എന്നറിഞ്ഞ ഏറ്റവും വിഷമിക്കുന്നത് അച്ഛനായിരിക്കും. എന്റെ സന്തോഷവും എന്റെ ഭർത്താവിന്റെ സന്തോഷമാണ് എന്റെ അച്ഛന്റെയും സന്തോഷം. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെയാ ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. എനിക്കറിയാം, താൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ ശബ്ദത്തിൽ നിന്ന് മാറുന്നത്. എനിക്കെന്ത് തോന്നും, അല്ലെങ്കിൽ എന്റെ സന്തോഷം ഇല്ലാതാക്കണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. എടോ, സത്യമായിട്ടും പൂജ, തന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. താൻ ഹാപ്പി ആയിട്ടിരിക്കേ. ആ, എന്തായാലും ഹണിമൂൺ അല്ലേ? ഹണിമൂണിന്റെ രസങ്ങളോടെ എങ്ങ പോട്ടെ. അപ്പോ നമ്മുടെ വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘട്ടം ആരംഭിക്കുന്നതിന് വേണ്ടി യാത്ര തുടങ്ങുകയാണ്. ഭയങ്കര സാഹിത്യം കാച്ചുവാണല്ലോ. അല്ലാതെ പിന്നെ ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നെന്ന് പറയുന്നത് മോശമല്ലേ? ഈ അജുവേട്ടന്റെ ഒരു കാര്യം. ആ, പിന്നൊരു കാര്യം, ഇനി അവിടെ ചെന്ന് അങ്ങനെ മനസ്സ് മാറിയ അപ്പൊ കാണാം. എന്തായാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാ എനിക്ക് ചമ്മല സർ. എന്തിനാ ചമ്മന്ന്? അല്ല, താഴെ അമ്മയൊക്കെ ഉണ്ടാവില്ലേ? നമ്മള് ഹണിമൂൺ ആഘോഷിക്കാനൊക്കെ പോവാന്ന് പറയുന്നത്. ഹണിമൂൺ ലോകത്ത് ആദ്യമായിട്ട് നമ്മളല്ല ആഘോഷിക്കാൻ പോകുന്നത്. താൻ വാ. പിന്നെ വീട്ടുകാരുടെ മുമ്പിൽ താലി കെട്ടിയ ഭാര്യ ഭർത്താക്കന്മാരാ നമ്മള്. ഇനി നമ്മളെന്തിനു നാണിക്കണം? താൻ പാടോ. അപ്പൊ ആന്റി, ഞങ്ങളെ 2 ദിവസത്തേക്കൊന്ന് സ്ഥലം വിടുക. 2 ദിവസം ആയാലും കൊള്ളാം, 2 വർഷം ആയാലും കൊള്ളാം. നിങ്ങളായി, നിങ്ങളുടെ ഹണിമൂണായി. മധു, ഈ സമയത്ത് അങ്ങനൊന്നും പറയാതെ. എങ്ങനെയൊന്നും പറയാതെന്ന് ഞാൻ പറയുന്നതല്ല, എന്നെ കൊണ്ട് പറയിക്കുന്നതാ. സത്യം പറഞ്ഞ മാധുരി ചേച്ചി, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരുമാതിരി പുച്ഛം തോന്നുവാ. എന്താ മധു, ഇതിപ്പോ പുച്ഛിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? ദേ, ഇങ്ങനെ ഒരു മനുഷ്യജീവി ഈ വീട്ടിലുണ്ടെന്ന് മാധുരി ചേച്ചി ആലോചിച്ചോ? അർജുനെ സ്വപ്നം കണ്ട് ജീവിച്ചോളാം, എന്നിട്ട് അവളും കൂടി അറിയട്ടെ എന്ന് വെച്ചിട്ടല്ലേ ഈ ഹണിമൂൺ ആഘോഷം. റിസോർട്ട് ബുക്ക് ചെയ്യുന്നു, അറേഞ്ച്മെന്റ്സുകൾ ചെയ്യുന്നു, ഒരുക്കങ്ങൾ നടത്തുന്നു. മൊത്തത്തില് ഇതിപ്പോ എന്തോ ഉത്സവം നടത്തും പോലെ ഉണ്ട്. അയ്യോ ആന്റി, ആന്റിക്ക് അറിയില്ലല്ലേ, ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഉത്സവം തന്നെയാ. ഞങ്ങള് ഒന്ന് ആഘോഷിക്കാൻ തന്നെയാ പോകുന്നത്. പ്രിയ ഇവിടെ ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് ആഘോഷിക്കണ്ടേ? പിന്നെ സെന്റിമെന്റ്സ് കിട്ടാനായിരിക്കും പ്രിയ മനുഷ്യജീവി എന്നൊക്കെ പറഞ്ഞത്. എല്ലാവരും മനുഷ്യജീവികൾ ആന്റി. പ്രിയ ഇതൊക്കെ കണ്ടുപിടി നിൽക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അർജുൻ, പറഞ്ഞു അങ്ങ് എന്തും പറഞ്ഞു കളയാന്ന് വിചാരിക്കരുത്.
അനുക്കുട്ടി ഇവിടെ നിൽക്കാൻ ആരും പറഞ്ഞില്ലെന്നു ഞാൻ പറഞ്ഞു. ഞാനാ പറഞ്ഞ ഇവിടെ നിൽക്കാൻ. ഇതേ എന്റെ വീടാ. എന്റെ വീടെന്ന് വെച്ചാൽ അനുക്കുട്ടിയുടെയും കൂടെയാ. സന്തോഷമായിട്ട് ഇറങ്ങുന്നിടത്ത് ഇതുപോലുള്ളൊരു വർത്തമാനമൊന്നും വേണ്ട. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അർജുൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് മാധുരിക്ക് തോന്നുന്നുണ്ടോ? അനുക്കുട്ടിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളല്ല. മുത്തശ്ശി പ്ലീസ് വേണ്ട, ഞാൻ കാരണം ഒരു സംസാരം വേണ്ട. അർജുനും പൂജയും സന്തോഷമായി പോയി ഹണിമൂൺ ആഘോഷിച്ചിട്ട് വരട്ടെ. നിങ്ങൾ ഇറങ്ങ അർജുൻ. ഹാപ്പി ജേർണി പൂജ. മധു ആന്റി പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ആന്റി എന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് പറഞ്ഞത്. ഏതായാലും നമ്മൾ ഇനി ഒന്നും പറയുന്നില്ലേ. പോയി ആഘോഷിച്ചിട്ട് തിരിച്ചിങ് വന്നാ മതി. മധു, പറയുന്ന വാക്കുകൾ എന്താണെന്നേ ആലോചിച്ച് വേണം പറയാൻ. ഞാൻ ആലോചിച്ചും കണ്ടും തന്നെയാ എല്ലാം പറയുന്നേ. അന്ന് അനുവിന്റെ എൻഗേജ്മെന്റ് ദിവസം ഓ ഒന്ന് നിർത്ത് മധു. 1000 വട്ടം പറഞ്ഞ കാര്യോ. മധു ഒരു കാര്യം ചെയ്, ഇതങ്ങ് ടേപ്പ് ചെയ്ത് വെക്ക്. അതാവുമ്പോ ഓരോ പ്രാവശ്യവും പറഞ്ഞു ക്ഷണിക്കണ്ടല്ലോ. അമ്മ എന്തേ പറയുന്നത്? ടേപ്പ് ചെയ്ത് കേൾപ്പിച്ചാലേ ലൈവായിട്ട് പറയുന്നതിന്റെ ഒരു സുഖവും ത്രില്ലും കിട്ടുമോ? മറ്റുള്ളവർ വിഷമിക്കുന്നതിന്റെ സുഖം പറഞ്ഞു തന്നെ അറിയണം, അല്ല ആന്റി? അജുവേട്ടാ നമുക്ക് ഇറങ്ങാം. ഹോ, അവസാനം തമ്പുരാട്ടി തിരുവാ മൊഴിഞ്ഞു. അജുവേട്ടാ ഇനി സമയം കളയണ്ട, ചെല്ല്. അല്ലെങ്കിലേ കാവിലെ ഭഗവതി കോപിക്കും. ആന്റി ഞാൻ ഒരുപാട് കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആന്റി പറയുമ്പോ എനിക്കിപ്പം പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. മതി, നിങ്ങൾ ഇറങ്ങ. അർജുൻ പൂജ സന്തോഷമായിട്ട് നിങ്ങൾ പോയിട്ട് വരും. ആ അപ്പൊ ഞങ്ങളെ ഹണിമൂൺ ആഘോഷിച്ചിട്ട് വരാം. എന്നാലും ഇതൊക്കെ വല്ലാത്ത പൊതുക്കം തന്നെയാണേ. അമ്മേ. ആ പിന്നെ എന്താ അമ്മേ? ഒന്നുമില്ല. ഒന്ന് പോ. ടാറ്റാ. എന്റെ ദേവി, എന്റെ മക്കളെ കാത്തോണേ. ആ ഹലോ പ്രിയ. സാക്ഷി അവര് പുറപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, നോർമൽ ഡ്രൈവിംഗ് ആണെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. ഓക്കെ, അവരെത്തട്ടെ. അവർക്ക് ഗംഭീര സ്വാഗതം കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ എല്ലാ സജ്ജീകരണവും ഒരുക്കി കഴിഞ്ഞു. സാക്ഷി അറിയാലോ, പൂജ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ അർജുൻ ഒന്നും സംഭവിക്കരുത്. പറഞ്ഞില്ലേ, അർജുൻ സേഫ് ആയിരിക്കും. പക്ഷെ നീ ഇനി എന്തിനാ അർജുനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന? ഇനി നീ അഖിലിന്റെ ഭാര്യ, ആ വഴിക്ക് നീങ്ങ്. അവരുടെ കുടുംബത്തിലെ അംഗമാവ്. ഇവിടെ അർജുനും പൂജയും ഇല്ലാതാകുമ്പോ നീ അവിടുത്തെ ആളാകണം. അർജുനും പൂജയും ഇല്ലാതാകുമ്പോഴോ? സോറി, പൂജ ഇല്ലാതാകുമ്പോ. ഓക്കെ,
ഞാൻ അഖിലിനെ കല്യാണം കഴിക്കും. പക്ഷേ സാക്ഷി പ്ലീസ്, അർജുൻ അപകടമൊന്നും സംഭവിക്കരുത്. എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോഴും അർജുൻ തന്നെയാണ്. എന്തായാലും അർജുനൊന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട. ഓക്കെ സാക്ഷി, ഓക്കെ. നീ അവിടെ എത്രയും പെട്ടെന്ന് അഖിലുമായുള്ള കല്യാണം വർക്ക്ഔട്ട് ആക്കാൻ നോക്ക്. നിനക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അറിയാം, ഞാനും മധു ആന്റിയും അതിന്റെ കാര്യങ്ങളിലാ. സാക്ഷിയും റിസോർട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവളുടെ മരണം ഉറപ്പുവരുത്താൻ സാക്ഷി അവിടെ വേണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പ്ലാൻ ചെയ്തതൊക്കെ നടത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങും. അപ്പൊ പിന്നെ ഓക്കെ. ഓക്കെ സാക്ഷി. എടി പ്രിയേ, അങ്ങനെ അർജുനെ വിട്ടുകളയാൻ പറ്റില്ല. എന്റെ 1-ാം നമ്പർ ശത്രു അവനെ ആദ്യം ചാകേണ്ടത്. അർജുനും പൂജയും പുറപ്പെട്ടു കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി സ്പോട്ടുകളിലേക്ക് പോവുക. 3 മണിക്കൂറിനുള്ളിൽ അവരെത്തും. എല്ലാവരും അലേർട്ട് ആയിരിക്കും. ഓക്കെ? യെസ് മാഡം. ഓക്കെ മാം. സാർ ഭയങ്കര ഹാപ്പിയാണല്ലോ. പൂജ എന്ന പേരുള്ള എന്റെ ഭാര്യ എന്റെ അടുത്തുള്ള ഏത് സമയത്തും ഞാൻ ഹാപ്പിയാടോ. പിന്നെ ഇന്ന് സന്തോഷം അല്പം കൂടുതൽ കാണും. സ്വാഭാവികം. മനുഷ്യന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ എത്ര പെട്ടെന്നാ മാറുന്നേ. എന്തു പറ്റി? അല്ല, ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതേ, ലോകത്ത് ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് കുടുംബജീവിതമാണെന്ന്, വിവാഹമാണെന്ന്. എന്നിട്ട് ഇപ്പോഴോ? ഇപ്പോഴാ അഭിപ്രായമൊക്കെ നേരെ ഉൾട്ടാ. കുടുംബജീവിതം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളതാണെന്ന്, ലോകം മനോഹരമായി തോന്നുന്നത് കുടുംബജീവിതത്തിലൂടെയാണെന്നൊക്കെ തോന്നുക. ജീവിതം സുന്ദരമാണെന്ന് തോന്നുന്നു. ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും തോന്നുന്നു. നമുക്ക് വേണ്ടി ഒരാളുണ്ടെന്നും ആ ഒരാൾക്ക് വേണ്ടി നമ്മളുണ്ടെന്നും ഒക്കെ തോന്നും. ഗംഭീര കവിതയാണല്ലോ സാറിന്റെ വാചകങ്ങൾ. കവിത എഴുതാൻ കഴിവുണ്ടായിരുന്നെങ്കിലേ ഞാൻ മഹാകാവ്യം എഴുതിയനെ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തനിക്ക് വേണ്ടി. ഏത് മഹാകാവ്യത്തിനേക്കാളും സുന്ദരമായ കവിതയാ സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണോ? സത്യം. ആഹാ. എനിക്ക് ഈ ട്രിപ്പിന്റെ പ്രധാന സന്തോഷം അതാ. സാറിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഒരുപാട് സംസാരിക്കാം. സാറിനോട് സംസാരിച്ചു കഴിയുമ്പോ മനസ്സങ്ങ് ഫ്രീ ആവും. കുറച്ചുകൂടെ. എന്താ? അല്ല, കുറച്ചുകൂടെ പുകഴ്ത്താമെന്ന്. ആ, പുകഴ്ത്തലേ എത്ര കേട്ടാലും എനിക്ക് മടുക്കില്ല. അതെന്റെ ഒരു രീതിയാ. സാറിനെ പ്രത്യേകിച്ച് പുകഴ്ത്തേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ പുകഴ്ത്തുന്നുമില്ല. ആഹാ, ഇതിലും സുന്ദരമായൊരു പുകഴ്ത്തല് വേറെ ഇല്ലല്ലോ. സ്നേഹസദനത്തിൽ ഞാനങ്ങനെ കഴിയുമ്പോ ഒരിക്കലും കരുതിയിട്ടില്ല ദൈവം എനിക്ക് വേണ്ടി ഇങ്ങനൊരു വലിയ സന്തോഷം കരുതി വെച്ചിട്ടുണ്ടെന്ന്. അഡ്വക്കേറ്റ് അർജുൻ എന്ന പേരിൽ. സത്യം, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും മനസ്സുള്ള ഒരാളെ എനിക്ക് മാത്രമായിട്ട് കിട്ടുമെന്ന്.
നീ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല പ്ലാൻ. പക്ഷേ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ആ അതിരിക്കട്ടെ, ഇങ്ങനെ ഒരു ആലോചന അഖിലിന് സമ്മതമാവൂ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. അർജുന്റെ ഭാര്യ ആവാൻ പറ്റിയില്ല. ഇപ്പോ എനിക്ക് അഖിലിന്റെ ഭാര്യ ആവണം. അതെനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരും. എനിക്ക് നേട്ടം വരിക എന്ന് വെച്ചാ അത് ശങ്കർജിക്ക് നേട്ടമാണെന്ന അർത്ഥം. ആദ്യം ഈ കാര്യം അവതരിപ്പിക്കേണ്ടത് ഏട്ടന്റെ മുമ്പിലാ. ഏട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയാൻ പറ്റില്ല. അച്ഛന്റെ മുന്നിൽ ശങ്കർജി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അച്ഛന് നല്ല പ്രഷർ കൊടുക്കണം. അതിനു മുമ്പായി നീ കാര്യങ്ങൾ ആതിരയോട് പറയണം. വളരെ സെൻസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു. ആതിരയും ഞാനും കൂടി പിന്നെ അത് നന്ദേട്ടന്റെ മുമ്പിൽ അവതരിപ്പിക്കാം. അതിരിക്കട്ടെ, സ്നേഹസദനത്തിലെ കേസിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടിയാണല്ലോ നിന്റെ ഈ പുതിയ നീക്കം. അത് കൃത്യമായി വർക്കൗട്ട് ആവുമെന്ന് നിനക്കുറപ്പുണ്ടോ? ഉറപ്പാ. സാക്ഷിയാ ആദ്യം ഈ ഐഡിയ എന്നോട് പറഞ്ഞത്. അഖിലിന്റെ ഭാര്യയായി ആ കുടുംബത്തെ കയറിയ ഞാൻ അവിടുത്തെ അംഗമായി. അവിടുത്തെ ഒരു മെമ്പറിനെതിരെ കേസ് എന്ന് പറയുന്നത് കുടുംബത്തിന് മൊത്തം ക്ഷീണ. അതുകൊണ്ട് തന്നെ അർജുൻ ഒന്ന് മയപ്പെടും. ഇനി അഥവാ മയപ്പെട്ടില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, അഖിൽ ഇടപെടും. അനിയനും ചേട്ടനും തമ്മിലുള്ളൊരു വഴക്കിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. അങ്ങനെ ഒരു വഴക്ക് അവരൊരിക്കലും ഇഷ്ടപ്പെടില്ല. കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസിലേക്ക് എത്തും. പിന്നൊരു കാര്യം, അഖിലിന്റെ ഭാര്യയായി അവിടുത്തെ ആളായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡീലുകളൊന്നും മറന്നു പോകരുത്. നെവർ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കും. ശങ്കർജിക്ക് വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാവും.